ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കാണാം. പക്ഷെ നിങ്ങളുടെ ജീവിതവുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കേൾക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഒറക്കിൾ കാർഡാണ് ആദ്യം എടുക്കുന്നത്. ഒറക്കിൾ കാർഡ് നമ്മൾ ഒരു ഓവറാൾ റിലേഷൻഷിപ്പിലെ എനർജി നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് 3 കാർഡാണ് എനിക്ക് കിട്ടിയതെന്ന്. ഒന്നാമത്തത് ദ ചേസർ എന്ന് പറയുന്ന ഒരു കാർഡ്. അപ്പോൾ ചേസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നിങ്ങൾ ആരെയോ ചേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ആരോ ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴാണ് ഒരാളെ ചേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെ ഉപേക്ഷിക്കുമോ എന്നുള്ളൊരു പേടി വരുമ്പോഴാണ് നമ്മൾ ചേസ് ചെയ്യുന്നത്, അല്ലേ? ഫിയർ ഓഫ് അബാൻഡ്മെൻറ്റ് ഇഷ്യൂ ഇത് വരുമ്പോൾ നമ്മളൊരാളെ ചേസ് ചെയ്യും. ഓക്കെ, രണ്ടാമത് കിട്ടിയിരിക്കുന്നത് നോട്ട് ഇനഫ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ആ കാർഡെന്ന് വെച്ചാൽ നമ്മൾ പോരാ എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ നമ്മൾ ചേസ് ചെയ്യുന്നത്, അല്ലേ? ആ ചേസിങ്ങിൻ്റെ പുറകെ ചില വികാരങ്ങളുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ജലസി ഉണ്ടാകും, പിന്നെ ഒരു പേടി, ചെറിയ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകും, ഓക്കെ, ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, മെയിനായിട്ട് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പോൾ ഇതുണ്ടെങ്കിലാണ് നമ്മൾ പോരാ എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് നമ്മൾ മറ്റൊരാളെ ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ചേസിങ് കാണുന്നുണ്ട്. ഇനി എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു പാം ട്രീ പോലെ സ്റ്റെബിലിറ്റി ഉള്ള, സെക്യൂരിറ്റി ഉള്ള, പെർമനൻസ് ഉള്ള, അല്ലെങ്കിൽ വളർച്ചയുള്ള, ഫ്ലെക്സിബിലിറ്റി ഉള്ള റിലേഷൻഷിപ്പ്. അങ്ങനത്തെ റിലേഷൻഷിപ്പാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. പക്ഷേ ഇവിടെ എന്തൊക്കെ കാരണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് ഒരാൾ മറ്റേ ആളിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ടാരറ്റ് കാർഡ് എടുക്കുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു എനർജിയാണ്. രണ്ടാമത് എനിക്ക് കിട്ടിയത് ദ മൂൺ എനർജി. മൂന്നാമത് ദ വേൾഡ് എനർജി. നാലാമത് 5 ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പാസ്റ്റ് ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ, നിങ്ങൾ പണ്ടെടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വരുന്ന കാർഡ്സുകളെല്ലാം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ച്, ഓക്കെ, വളരെ ബുദ്ധിപരമായി എന്ന രീതിയിൽ എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ആ തീരുമാനം തെറ്റിപ്പോയി. അത് സാരമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് കപ്സിന് ശേഷം ഇപ്പോഴത്തെ സിറ്റുവേഷൻ കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ദ മൂൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. മൂൺ കാർഡെന്ന് വെച്ചാൽ, ഓക്കെ, ചില കാര്യങ്ങൾ ഹിഡൻ ആയിട്ടുണ്ട്, ഒളിച്ച് മറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചിലരെയൊക്കെ വിശ്വസിച്ചത് നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ട്, ചില ഇല്യൂഷൻസൊക്കെ ഉണ്ട്, പേടിയുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നുമുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ, ഞാൻ കാണുന്നത് പോലെയല്ല കാര്യങ്ങളുടെ യഥാർത്ഥത്തിലുള്ളത് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ടാരറ്റ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക. ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണോ, ഇൻറ്റ്യൂഷൻ, അകത്തുനിന്നൊരു ഉൾവിളി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് ടാരോട്ട്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹം നടക്കും. വേൾഡ് കാർഡിൻ്റെ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കും, പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും. ഓക്കെ, ചിലർക്ക് ഫോറിൻ കൺട്രിയിൽ പോകാനുള്ള ഒരു ചാൻസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എപ്പോൾ നടക്കുമെന്ന് ചോദിച്ചാൽ, ഒരു 1 ഇയർ കഴിയുമ്പോൾ നടക്കും. ഒരു 1 ഇയറിൻ്റെ ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ട്. 11 മാസമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ 11 മാസം എന്ന് പറയുമ്പോൾ 1 ഇയർ. ഓക്കെ, ഇനി വേറൊരു കാര്യം ഇതിനകത്ത്
ഒരു എനർജി വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 5 ഓഫ് കപ്സിൻ്റെ എനർജി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ കാര്യങ്ങളൊന്നും വന്നില്ല. അതിൽ നിങ്ങൾക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടിരിക്കുന്നൊരവസ്ഥ, റിഗ്രറ്റ്ഫുള്ള്, സാഡ് ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ് തെറ്റിയത്, എന്ത് കാരണത്താലാണ് നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കാത്തത് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ടർ സൈനാണ്. സ്കോർപ്പിയോ, പൈസസ്, ലിബ്ര ഇതൊക്കെയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്ന സോഡിയാക് സൈൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 4 ഓഫ് വാൺസ് റിവേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചില അച്ചീവ്മെൻറ്റ്സൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ ആഘോഷിക്കുന്നുമുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളൊരു ജോബ് ചേഞ്ച് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു വീട്ടിലോട്ട് മാറിയതായിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി എന്ന് വെച്ചാൽ ഒരു ലേഡി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ കാണുമെന്നാണ് പറയുന്നത്. ഓക്കെ, മെച്യൂറായിട്ടുള്ളൊരു ലേഡി, ഒരു പാരൻറ്റിൻ്റെ സ്ഥാനത്തുള്ളൊരു ലേഡി, ജോലിയുള്ളൊരു ലേഡി, നിങ്ങളൊരു ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം. അവർ നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ കാണും, അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. അവസാനം ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വാട്ടർ സൈൻ. വാട്ടർ സൈൻ എന്ന് പറയുമ്പോൾ ഇമോഷണൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ലേഡിയുടെ പ്രസൻസും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലൊരു ലേഡി, അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എനർജി. താങ്ക് യു.